സൗഹൃദ ഫുട്ബോൾ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് മാലദ്വീപിനെ നേരിടും. ഇന്ന് രാത്രി 7 മണിക്ക് മേഘാലയയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുക. വിരമിക്കൽ തീരുമാനം പിൻവലിച്ച് വീണ്ടും സുനിൽ ഛേത്രി കളത്തിലെത്തുന്നു എന്നതാണ് ഈ മത്സരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ കൊച്ചിയിലെ സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് തത്സമയം ചേർന്നു. അനിൽ വാസുദേവ്, ഗുഡ് മോർണിംഗ്. അനിൽ, നമ്മൾ കിടില ഒരു യാത്ര നടത്തിക്കൊണ്ടിരിക്കുക. നമ്മൾ ജനങ്ങളുടെ ആവേശവും പ്രതികരണങ്ങളും ഒക്കെ അനിൽ വാസുദേവ് കണ്ടില്ലേ? അവരൊക്കെ യഥാർത്ഥത്തിൽ ഒറ്റക്കെട്ടായി ജാതിക്കും മതത്തിനുമൊക്കെ അതീതമായി, കക്ഷി രാഷ്ട്രീയ ബോധത്തിനൊക്കെ അതീതമായി നമുക്കൊപ്പം ചേരുന്നു. സ്പോർട്സ് പ്രൊമോട്ട് ചെയ്യണമെന്നും ആൾക്കാർ പറയുന്നുണ്ട് കേട്ടോ. അനിൽ വാസുവിന് സന്തോഷം പകരുന്ന കാര്യമാണ്. തീർച്ചയായും. പ്രത്യേകിച്ച് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫുട്ബോൾ ആക്ടിവിറ്റീസ് ഇല്ലെങ്കിൽ കലാപരമായ കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഈ ലഹരിയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലൊക്കെ ഒന്നും അതിലേക്ക് എത്തിപ്പെടില്ല എന്നുള്ളതാണ് പല ഫുട്ബോൾ താരങ്ങളും ക്രിക്കറ്റ് താരങ്ങളും ഒക്കെ തന്നെ പറഞ്ഞു കേട്ടുള്ളത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ സ്പോർട്സിൻ്റെ ആളുകളൊക്കെ തന്നെ പറഞ്ഞു കേട്ടു. ഒപ്പം തന്നെ ഒളിമ്പിക് അസോസിയേഷൻ്റെ സെക്രട്ടറി എസ് രാജീവ് പറഞ്ഞു കേട്ടിരുന്നു, PT പീരീഡ് വെറുതെ കണക്ക് എടുത്ത് തീർക്കാനും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാതെ ഈ കാര്യങ്ങൾക്ക് വേണ്ടി കുറച്ച് PT കുട്ടികളെ കൊണ്ടുവരികയാണെങ്കിൽ, അവരുടെ കാര്യങ്ങൾ അതിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ഇത്തരം ലഹരി അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നതിലൊക്കെ തന്നെ കുട്ടികളെ തടയാൻ സാധിക്കുമെന്ന് പറയും. ഇനി നമ്മുടെ വാർത്തയിലേക്ക് വരികയാണെങ്കിൽ, ഇന്ത്യ ഇന്ന് മാലദ്വീപിനെ സൗഹൃദ മത്സരത്തിൽ നേരിടുകയാണ്. കഴിഞ്ഞ വർഷം ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് അങ്ങേയറ്റം മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സീസണാണ്. ഒറ്റ മത്സരം പോലും ജയിക്കാനായില്ല, നിരവധി മത്സരങ്ങൾ തോറ്റു, ലോകകപ്പിന് യോഗ്യത നേടാനായില്ല. ഇങ്ങനെ വലിയ തിരിച്ചടികൾ നേരിട്ടിരിക്കുന്നു. പുതിയ സീസണിലേക്ക് വരുമ്പോൾ, പുതിയ വർഷത്തിലേക്ക് വരുമ്പോൾ വലിയ പ്രതീക്ഷയുമായി ഇറങ്ങുകയാണ്. ആ പ്രതീക്ഷയ്ക്ക് കൂടുതൽ കരുത്തേക്കിക്കൊണ്ട് നമ്മുടെ സുനിൽ ഛേത്രി, ഇതിഹാസ നായകൻ, വീണ്ടും ടീമിനെ സഹായിക്കാൻ തിരിച്ചെത്തുന്നു. അദ്ദേഹത്തിൻ്റെ വിരമിക്കൽ തീരുമാനം പിൻവലിച്ചുകൊണ്ടാണ് സുനിൽ ഛേത്രി എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കഴിഞ്ഞ ജൂണിലാണ് അദ്ദേഹം തൻ്റെ വിരമിക്കൽ പ്രഖ്യാപിച്ചത്. പക്ഷേ പുതിയ പരിശീലകൻ മനോലോ മാർക്കോസിൻ്റെ പ്രത്യേക അഭ്യർത്ഥന പ്രകാരം സുനിൽ ഛേത്രി വീണ്ടും കളത്തിലേക്ക് തിരിച്ചു വരികയായിരുന്നു. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ISL സീസണിലൊക്കെ തന്നെ മികച്ച പ്രകടനമാണ് സുനിൽ ഛേത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത്. 24 മത്സരങ്ങളിൽ നിന്ന് 12 ഗോളുമായി ഗോൾ വേട്ടക്കാരുടെ പട്ടികയിൽ 2ാം സ്ഥാനത്തൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു താരത്തിനെ മാറ്റി നിർത്തേണ്ട അല്ലെങ്കിൽ അദ്ദേഹം ബുട്ടഴിച്ചു പോകേണ്ട കാലമായിട്ടില്ല. അതുകൊണ്ട് ഇന്ത്യൻ ടീമിൻ്റെ, നമ്മുടെ രാജ്യത്തിന് അദ്ദേഹത്തിൻ്റെ സേവനം ആവശ്യമാണ് എന്ന് ബോധ്യപ്പെട്ട് അദ്ദേഹം കൂടി ഒരു ഉചിതമായ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. സുനിൽ ഛേത്രി വരുന്നതോടുകൂടി ഇന്ത്യ വിജയവഴിയിലേക്കും തിരിച്ചെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മാലദ്വീപാണ് എതിരാളികൾ. ഇന്ന് രാത്രി 7 മണിക്ക് മേഘാലയയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് SKN മത്സരം നടക്കുന്നത്. എന്തായാലും ഫുട്ബോൾ കലക്കട്ടെ, SKNൻ്റെ യാത്രയും അതുപോലെ ഏറ്റവും ഉഷാറായി പോട്ടെ. നമ്മൾ ലക്ഷ്യം വയ്ക്കുന്ന വലിയ കാര്യം സാധിക്കട്ടെ എന്നും ഞാനും ആശംസിക്കുന്നു. SK.